നമ്മൾ ഇന്നിവിടെ വന്ന് നിൽക്കുന്നത് പെരുമ്പള്ളി ലക്ഷ്മി വിനായക ക്ഷേത്രമാണ്. ലക്ഷ്മി വിനായക ക്ഷേത്രത്തിൽ ഗണപതിയുടെ കയ്യിൽ ലക്ഷ്മി ദേവി ഇരിക്കുന്ന ഏക ക്ഷേത്രമാണ് ലക്ഷ്മി വിനായക ക്ഷേത്രം. അവിടുത്തെ വിനായക ചതുർത്ഥി മഹോത്സവമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇവിടെ ഭഗവാന്റെ കല്യാണ ദിവസമായിരുന്നു, സപ്താഹ ദിവസമായിരുന്നു. നാളെ ഉച്ചയോടെ ഇതൊക്കെ തീരുമ്പോൾ എല്ലാവരും ഈ ഗ്രന്ഥം അതില് ഞങ്ങൾക്കും പങ്കെടുക്കാൻ പറ്റി. അപ്പൊ അവിടുത്തെ പൂജകളും വിശേഷ പരിപാടികളും എല്ലാം നിങ്ങൾക്ക് കാണാം. ഇതിന്റെ പുറമെ ഭഗവാന്റെ കല്യാണം എന്ന് പറയുന്നത് നമ്മൾ അത്ഭുതമായിട്ടാണ് കേൾക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ പോലും കേൾക്കുന്നത് ഗണപതി ഭഗവാന്റെ കല്യാണം എന്ന്. അതൊരു വലിയ ആഘോഷമായിരുന്നു. ആ ആഘോഷത്തിൽ ഞങ്ങൾക്കും പങ്കുചേരാൻ പറ്റി. ആ കല്യാണമൊക്കെ ഞങ്ങൾക്ക് കാണുവാനും ഞങ്ങൾക്ക് അതിൽ പങ്കുചേരുവാനും ആ സദ്യ കഴിക്കുവാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം നമുക്കുണ്ടായി. ഇവിടുത്തെ വളരെ വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഈ ക്ഷേത്രം, ലക്ഷ്മി വിനായക ക്ഷേത്രം. അവിടെ നിൽക്കുവാനും തൊഴുവാനും ഒക്കെ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇവിടുത്തെ പ്രത്യേകതരം പൂജകളും വഴിപാടുകളും ഒക്കെ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കാണാം. സപ്താഹമാണ്, നാളെയല്ല വിനായക ചതുർത്ഥിക്കാണ് ഇത് സമാപിക്കുന്നത്. ഈ നിൽക്കുന്നതാണ് കായംകുളം പെരുമ്പള്ളി ലക്ഷ്മി വിനായക ക്ഷേത്രത്തിലെ എല്ലാമായ തിരുമേനി, സജീവൻ തിരുമേനിയാണ് ഇവിടുത്തെ ഇതിന്റെ ചെയർമാന്. ഈ അമ്പലത്തിന്റെ ഓണർ സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത ഇത്രയും മഹത്തായ ക്ഷേത്രമാണ് ഇത്. ഇങ്ങനെ ഒരു ക്ഷേത്രം സത്യത്തിൽ ഗണപതിയുടെ കല്യാണം എന്നു പറഞ്ഞിട്ട് എനിക്ക് തന്നെ അത്ഭുതമായി, ഗണപതി കല്യാണം കഴിക്കുമെന്ന്. അപ്പൊ ഇവിടെ വന്ന് സജീവൻ തിരുമേനി എല്ലാം പറഞ്ഞു തന്നപ്പോഴാണ് സത്യമായിട്ട് അത് മനസ്സിലായത്. അപ്പം ലക്ഷ്മി വിനായകനെ, ലക്ഷ്മി ദേവിയെ വിനായകൻ ഗണപതി ഭഗവാൻ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഏക ക്ഷേത്രമാണിത്. അപ്പൊ ഇത്രയും വലിയൊരു അമ്പലം ഈ ഒരു പ്രദേശത്ത് മഹാ ഐശ്വര്യവും അനുഗ്രഹവുമാണ്. ഇതിന്റെ എല്ലാം സാരഥിയാണ്, ചെയർമാനാണ്. ഒരു കുടുംബമായിട്ടാണ് ഈ അമ്പലം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമസ്തേ. ഇത് പെരുമ്പള്ളി ശ്രീ ലക്ഷ്മി വിനായക സരസ്വതി ദേവി ക്ഷേത്രം, കേരളത്തിലെ ആദ്യത്തെ ലക്ഷ്മി വിനായക സരസ്വതി ദേവി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ 12 ഭാഗവത സപ്താഹ യജ്ഞത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ ഗണേശ പുരാണ യജ്ഞമാണിപ്പോൾ നടക്കുന്നത്. ഇന്ന് ഗണേശ പുരാണ യജ്ഞത്തിൻ്റെ 6ാം ദിവസമാണ്. ഈ ദിവസത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ഗണേശ്വരൻ്റെ മാംഗല്യം നടന്ന ദിവസമാണ്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി കാര്യങ്ങൾ പറയേണ്ടതായി വരും. പൂർണ്ണമായും ജലാശയമായി കിടന്ന ഈ പ്രദേശത്തെ 300 ദിവസം കൊണ്ട് നികത്തി മകയിരം നക്ഷത്രത്തിൽ കല്ലിട്ട് മകയിരം നക്ഷത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയ 10 മാസം കൊണ്ട് ഒരു സ്ത്രീ എങ്ങനെയാണോ ഗർഭിണിയായി ആ കുഞ്ഞ് പുറത്തേക്ക് വരുന്നത്, അതുപോലെ ശിലാന്യാസം നടത്തി പ്രതിഷ്ഠ നടത്തിയ ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ ലക്ഷ്മി വിനായക സരസ്വതി ദേവി ക്ഷേത്രം. മനുഷ്യ നന്മയാണ് ഗണേശ പൂജയുടെ ലക്ഷ്യം. കരിയും കരിമരുന്നിനും വേണ്ടി പണം ചെലവഴിക്കാതെ അവശ്യത അനുഭവിക്കുന്ന, ദുഃഖം അനുഭവിക്കുന്ന ഭക്തരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാൻ വേണ്ടിയുള്ള കർമ്മങ്ങൾക്കാണ് ക്ഷേത്രം മുൻകൈ എടുക്കുന്നത്. ഇവിടെ നടക്കുന്ന മഹത്തരമായ കർമ്മങ്ങളുണ്ട്. ഗണപതിയുടെ വിശേഷപ്പെട്ട വഴിപാടായിരിക്കുന്ന ഉണ്ണിയപ്പം മൂടൽ, അതോടൊപ്പം തന്നെ അമ്മമാര് പാർവതി മാതാവിന് സമമായി മകരമാസത്തിലെ മകയിരം നാളിൽ വന്ന് അമ്മമാർ തന്നെ കുഴക്കട്ട ഉണ്ടാക്കി ഭഗവാന് കൊടുക്കുന്നൊരു ചടങ്ങ്, അത് വിശിഷ്ടമായൊരു ചടങ്ങാണ്. അതോടൊപ്പം തന്നെ വിനായക ചതുർത്ഥി ഈ ക്ഷേത്രത്തിന് ചുറ്റുമായിട്ട് 108 ഹോമകുണ്ടങ്ങളിട്ട് ആ 108 ഹോമങ്ങൾക്കരികിലും കുണ്ടങ്ങൾക്കരികിലും ഓരോ അമ്മമാർ വ്രതാനുഷ്ഠാനത്തോടെ ഇരുന്ന് പാർവതി മാതാവിന് സമമായിട്ട് അവരിരുന്നു കൊണ്ട് തൻ്റെ പ്രിയപുത്രനാണ് എൻ്റെ മകൻ അല്ലെങ്കിൽ ഗണേശ്വരൻ എന്ന സങ്കല്പത്തിലേക്ക് ആ ഹോമാഗ്നിയിലേക്ക് ദ്രവ്യങ്ങൾ അർപ്പിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയിരുന്ന സനാതന ധർമ്മത്തിൻ്റെ ചൈതന്യവും ശക്തിയും അവിടെ തിരിച്ചു വരികയാണ് ഈ ക്ഷേത്രം ചെയ്യുന്നത്. ഓരോ ദിവസവും ഈ ക്ഷേത്രത്തിലേക്കുള്ള ഭക്തജനങ്ങളുടെ വർധനവ് ഓരോ നിമിഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അനാവശ്യമായ വിഷയങ്ങളില്ലാതെ വ്യവസായ സംരംഭങ്ങളായി ക്ഷേത്ര ആരാധനാലയങ്ങൾ ഇപ്പോൾ മാറുമ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആരാധനയ്ക്കും ഭക്തിക്കും സമർപ്പണത്തിനും മുൻതൂക്കം കൊടുക്കുന്ന ഏക ക്ഷേത്രമാണ് കേരളത്തിലെ ലക്ഷ്മി വിനായക സരസ്വതി ദേവി ക്ഷേത്രം. ഇത് കായംകുളത്തിന് പടിഞ്ഞാറ് 7 കിലോമീറ്റർ പടിഞ്ഞാറ് പെരുമ്പള്ളി എന്ന് പറയുന്ന തീരദേശ ഗ്രാമം, കടലിനും കായംകുളം കായലിനും ഇടയിലുള്ള ഒരു ചെറിയ സ്ഥലമാണ് ആറാട്ടുപുഴ പഞ്ചായത്തിലെ പെരുമ്പള്ളി എന്ന ഗ്രാമം. ആ ഗ്രാമത്തിൽ റോഡ് സൈഡിൽ തന്നെയാണ് ഈ ലക്ഷ്മി വിനായക സരസ്വതി ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.
ആചാര്യന്മാര് ആ വിവാഹ ഭാഗം പാരായണം ചെയ്യും. ആ വിവാഹം നടക്കുന്ന സമയത്ത് അവർ വാദ്യമേളങ്ങളും മുഴങ്ങും. ഇനിയിപ്പോൾ കല്യാണം ആസ്വദിച്ചുകൊണ്ടുള്ള തിരുവാതിര
6 പേര് ആ അപ്പുറത്തുള്ള ഹോമകുണ്ടത്തിന്റെ ചുറ്റും വന്നിരിക്കുക. അപ്പൊ അവിടെ ഇരിക്കുന്നവരൊക്കെ ഒന്ന് മാറിക്കൊടുക്കും. 6 പേര് അപ്പം ഓണക്കളി തുടങ്ങാം, നമുക്കിന്ന് ഓണക്കളി തുടങ്ങാം. എല്ലാവരും പേര് അപ്പം ആരംഭിക്കുക. ലക്ഷ്മി വിനായക സരസ്വതി ക്ഷേത്ര സന്നിധിയിൽ നിന്ന് നമ്മുടെ ഈ പെരുമ്പള്ളി ദേശത്തിന്റെ ഓണം ആഘോഷിക്കുക. ചുറ്റുമണിക്ക് 6 പേര് വന്നിരുന്നോളൂ. എല്ലാവർക്കും ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ഉണ്ട്. എല്ലാവരും ഈ തിരുവാതിര കളിയൊക്കെ കാണുന്നവരാണ്. പക്ഷേ സ്വന്തം ദേവാലയത്തിൽ തിരുവാതിര കളിക്കാൻ പറയുമ്പോ മടിക്കല്ലോ. വരും 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 നടത്തിയല്ലേ ഇത് കൊടുത്ത് വെച്ചാൽ അത് വാങ്ങാം.
നാളെ തിരുവാതിര ചൊല്ലി ദേവനന്ദ ഉണർവം തേനഭിഷേകം അയ്യത്ത് പുരാണം അതുപോലെ ധ്യാനഗ്രന്ഥം പിന്നീട് തിരുവാതിര പ്രതീതർക്കേറ്റ അർജുന ആയിട്ട് ഇവരുടെ പാരഭിഷേകത്തിൽ ഉണ്ടെങ്കിൽ അവർ നടത്താം. ഇന്നത്തെ മധ്യാഹ്ന നേരം നമ്മുടെ ക്ഷേത്രം സാക്ഷ്യം വഹിച്ചു. ഗണേശ പുരാണ സപ്താഹയജ്ഞത്തിന്റെ 6ാം സുദിനത്തില് വിശിഷ്ടമായിരിക്കുന്ന മഹാഗണപതിയുടെ കല്യാണം മാംഗല്യം ദർശിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച ഓരോരുത്തരും ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ്. ഇതിൽ ദേവിമാരായും സാക്ഷാൽ ഗണേശ്വരനായും നമുക്ക് മുൻപിൽ പ്രത്യക്ഷത്തിൽ ദർശനം നടത്തിയ കുഞ്ഞുങ്ങൾ, അവർ അതിനേക്കാൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. കാരണം ഇത്തരത്തിലുള്ളതായ മഹത്തരമായ കർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ കഴിയുക എന്നത് തന്നെ വളരെ ചൈതന്യപൂർണമായിരിക്കുന്ന മനസ്സിന്റെ ഉടമകൾക്ക് മാത്രമേ അത്തരത്തിൽ ദർശിക്കുവാൻ കഴിയൂ. അതുകൊണ്ടാണ് സുഹൃത്തുക്കളായ നമുക്കൊക്കെ ഈ പുണ്യക്ഷേത്ര സങ്കേതത്തിന്റെ ഈ പുണ്യ കർമ്മത്തിലേക്ക് ഭാഗഭാക്കാകുവാൻ കഴിഞ്ഞത് എന്നത് സന്തോഷദായകമായ ഒരു അനുഭവമാണ്. യഥാർത്ഥത്തിൽ ഇന്ന് പലരുടെയും വരവിന്റെ ഉദ്ദേശം തന്നെ ഗണപതി എങ്ങനെയാ കല്യാണം കഴിക്കുക, അതായിരുന്നു ഇന്നത്തെ വരവിന്റെ എല്ലാവരുടെയും ഉദ്ദേശം. ഇന്നലെ രാത്രി എല്ലാവരും ഉറങ്ങാൻ കിടന്നപ്പോൾ എല്ലാവരുടെയും മനസ്സിലൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഗണപതി കല്യാണം എന്ന് പറഞ്ഞത് നമ്മളെയൊക്കെ ഇനി പറ്റിക്കാനായിരിക്കും. ഇവിടെ വന്നു കഴിയുമ്പോഴായിരിക്കും പറഞ്ഞ് ഇങ്ങനെ സാധനമൊന്നും ഇല്ല, നിങ്ങളെയൊക്കെ വരുത്താനാണ്. മൂല ഗ്രന്ഥമായിരിക്കുന്ന ഗണേശ പുരാണത്തില് മൂലഗണപതിയുടെ മാംഗല്യത്തെക്കുറിച്ചും അതിന്റെ മഹത്വത്തെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന 2 മക്കളെക്കുറിച്ചും ഒക്കെ വിശദമായി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഗ്രന്ഥത്തിന്റെ ആ മഹത്വത്തെ മനസ്സിലാക്കി അത് പഠിച്ച് ആചാര്യന്മാർ പറയുമ്പോൾ ആ കഥകളെ ശ്രമിച്ചുകൊണ്ട് അതിന്റെ മഹത്വത്തെ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ നമ്മൾ ശ്രമിക്കണം. നമ്മളെല്ലാവരും ഗണേശന്മാരാണ്, പ്രഥമ പൂജനീയരാണ് നമ്മൾ ഓരോരുത്തരും. നമുക്കൊക്കെ ധനധാന്യ സമൃദ്ധിയുടെ സൗഭാഗ്യമായിട്ട് നമ്മളുടെ ഇടം ചേർന്നാണ് ലക്ഷ്മി നിൽക്കുന്നത്. നമ്മളുടെ വിദ്യയുടെ സൗഭാഗ്യത്തിന്റെ പ്രതീകമായിട്ടാണ് നമ്മളോടൊപ്പം സരസ്വതി ദേവി കുടികൊള്ളുന്നത്. അത്തരത്തിലുള്ളതായിരിക്കുന്ന ദേവകലകളിൽ ഓരോ മനുഷ്യനിലും ഉണ്ടാവണമെന്ന് വേദം നമുക്ക് പറഞ്ഞു നൽകിയതായ ഒരു കല്യാണ മഹോത്സവമാണ് ഇന്ന് ഈ പുണ്യക്ഷേത്ര സങ്കേതത്തില് ഗണേശ്വരന്റെ കല്യാണ മഹോത്സവമായി നമ്മൾ കൊണ്ടാടിയത്. ഇവിടെ എത്തിയ ഓരോ മനുഷ്യന്റെയും ഇടതുവശത്ത് ധനധാന്യ സമൃദ്ധിയുടെ പ്രതീകമായ ലക്ഷ്മിയും വലതുവശത്ത് വാക്കിന്നതീശ്വരിയാകുന്ന സരസ്വതി ദേവിയും കുടികൊള്ളുന്നു എന്ന അനുഗ്രഹീതമായ ഒരു ആശയത്തിനാണ് ഇന്നിവിടെ നമ്മൾ മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. ക്ഷേത്രങ്ങൾ എപ്പോഴും മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയുള്ളതാവണം, അല്ലാതെ ഒരാളെ കൊല്ലാനോ ഒരാളിൽ കയറി മത്സരിക്കുവാനോ അവരുമായിട്ട് കലഹത്തിലേർപ്പെടാനുള്ള ഇടങ്ങളല്ല ക്ഷേത്രങ്ങൾ. പരസ്പരം സ്നേഹത്തിന്റെയും സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഇടങ്ങളാണ് ക്ഷേത്ര സങ്കേതങ്ങൾ. അത്തരത്തിലേക്ക് മാറുവാൻ ശ്രമിക്കുകയാണ് ഓരോ ക്ഷേത്രങ്ങളും ചെയ്യേണ്ടത്. വെറും കച്ചവട സ്ഥാപനങ്ങളായി ക്ഷേത്രങ്ങൾ മാറാതെ വിശ്വാസത്തിന്റെയും സമത്വത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഇടങ്ങളായിട്ട് ക്ഷേത്രങ്ങൾ മാറണം. അതിനുവേണ്ടിയുള്ള പ്രമാണങ്ങളാണ് നമ്മളുടെ വേദോപനിഷത്തുകളിൽ നമുക്ക് പറഞ്ഞു നൽകിയിരിക്കുന്നത്. അത് ഏറ്റവും മഹത്തരമായിരിക്കുന്ന ഗ്രന്ഥമാണ് ഗണേശപുരാണം.
ആ ഗണേശ പുരാണത്തില് ഈ 6-ാം ദിവസം ദർശിക്കുവാൻ കഴിഞ്ഞതും ഇവിടുത്തെ കഥകളെ ശ്രവിക്കുവാൻ കഴിഞ്ഞതും വളരെ മഹാപുണ്യമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, 1 കോടിയിലധികം വരുന്ന മന്ത്രങ്ങൾ രചിച്ചിരിക്കുന്ന ഋഷിവര്യന്മാരാണെങ്കിൽ സാക്ഷാൽ ഗണപതിയുടെ മന്ത്രങ്ങൾ ജപിച്ചത് ഗണപതിയുടെ നാവിൽ നിന്നാണ് പ്രത്യേകം. ആ മന്ത്രങ്ങളാണ് നമ്മൾ ഓം ഗണേശ്വരായ നമ ഗണേശ്വരായ നമ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ജപിക്കുന്നത്. അപ്പൊ നമ്മൾ ആ സമയത്ത് ഗണേശ്വരനായി മാറുകയാണ്. പായൽ നിറഞ്ഞ് അഴുക്കായി കിടക്കുന്ന ഒരു കുളം എങ്ങനെയാണ് വൃത്തിയാക്കുന്നത്, അതുപോലെ ഈ മന്ത്രങ്ങളുടെ ധ്വനികളേറ്റ്, മന്ത്രങ്ങളുടെ ആ ശക്തികളേറ്റ് നമ്മുടെയൊക്കെ ഈ ശരീരം പൂർണ്ണമായും ശുദ്ധിയായി മാറുന്നു. നാളകളിൽ നാടിന്റെ ഗണേശ്വരനായി, വീടിന്റെ ഗണേശ്വരനായി, ദേശത്തിന്റെ ഗണേശ്വരനായി മാറുവാൻ, പ്രഥമേശ്വരനായി മാറുവാൻ ഈ പുണ്യക്ഷേത്ര സങ്കേതത്തിന്റെ ഈ മധ്യാഹ്നത്തിലെത്തിയ നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ. അതിലുപരി ഈ ചടങ്ങിന് സാക്ഷിയാകുവാൻ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ 12 വയസ്സ്, ഈ മോളിപ്പോ എത്രാം ക്ലാസ്സിലാണ് മോളെ? 2-ാം ക്ലാസ്. 1-ാം ക്ലാസ് പഠിക്കുന്നവളാണ്, നീളമുള്ള ഒരാൾ. മോള് 3-ാം ക്ലാസ്, ഗണേശൻ 6-ാം ക്ലാസ്. ഇവരും ഇനി 12 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരത്തിൽ ഒരു ഗണേശ പുരാണ സപ്താഹയജ്ഞം നമ്മൾ നടത്തുന്നത്. അപ്പൊ നമ്മളൊക്കെ ഇനി ഉണ്ടാകുമോ, ഈ വേദിയിലിരിക്കുന്ന നമ്മളൊക്കെ ഇനി ഉണ്ടാകുമോ എന്ന് കണ്ടറിയാം. പക്ഷേ ഗണേശന്റെ പുരാണം കേട്ടവരെ ഒരിക്കൽ പോലും ഭഗവാൻ പറഞ്ഞ അടുത്ത പുരാണം കൂടെ കേൾക്കാൻ ഞങ്ങൾ ഉണ്ടാവും. നമ്മുടെ ആചാര്യനും ഇതേ വേദിയിൽ നമ്മളോടൊപ്പം വന്നിരുന്ന് ഈ പുരാണങ്ങളുടെ കഥ പറയുവാനുണ്ടാവും. ഈ പുണ്യക്ഷേത്ര സങ്കേതത്തിലെത്തിയ എല്ലാവരും സുഹൃത്തുക്കളാണ്. നമ്മളുടെ പാരായണം ചെയ്ത ആചാര്യന്മാര്, അതിലുപരി ഇവിടുത്തെ പൂജാരിമാര്, അതിലുപരി നാരായണീയ പാരായണം ചെയ്ത നമ്മുടെ ക്ഷേത്രത്തിന്റെ തന്നെ ആചാര്യ, വളരെ സനുജാമതുമൊക്കെ വളരെ ഭംഗിയായിട്ട് ഈ ക്ഷേത്ര സങ്കേതത്തിലെ ഈ കർമ്മങ്ങളിലൊക്കെ ഭാഗഭാക്കായി സനുജാമതുവിന്റെ ശിഷ്യഗണങ്ങളോടൊക്കെ പറയുന്നുണ്ട്, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഭാഗഭാക്കാവണം. അതാണ് ക്ഷേത്രം എന്ന് വെച്ചാൽ. അല്ലാതെ നമ്മൾ ഒന്നിച്ച് അവിടെ നിഷ്ഠകളായിരിക്കുന്ന ബ്രഹ്മചാരിണികളും അവിടുത്തെ സന്യാസേഷന്മാരുമാണ് അവിടെ നിന്ന് കർമ്മം നടത്തുന്നത്. ഇവിടുത്തെ ഓരോ അമ്മമാരും ഇവിടെ വന്നിരുന്ന് ഈ ഗണപതി ഹോമം നടത്തുക. ആ സമയത്ത് എന്താ ഉദ്ദേശം? ആ അമ്മമാർ ഓരോരുത്തരും പാർവതി മാതാവാകുകയാണ്. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണ്? എൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ മകൻ ലോകത്തിൽ നാടിന് പ്രശസ്തനാവണം. അതുപോലെയാണ് ഓരോ ഗണപതിയുടെ ഭാര്യമാരാരൊക്കെയാ? ആ മക്കള് ഇന്നലെ പറഞ്ഞായിരുന്നു. ഗണപതിയുടെ ഭാര്യമാരാരൊക്കെയാ? സിദ്ധിയും ബുദ്ധിയും. പിന്നെ ഗണപതിയുടെ മക്കള് തുളസീധര നന്ദകുമാര ശ്രീചക്രധാരി വാസുദേവ തുളസി കഥിരാൻ ഈ ജന്മം നിൻമുന്നിൽ തന്നെയർപ്പിക്കാം ഞാൻ തുളസി കഥിരാൻ ഈ ജന്മം. ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ ദിവസവും എത്തിച്ചേരുന്നുണ്ട്. ഒരുപാട് പേർക്ക് അവരുടെ ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കുന്ന ഒരു ഭഗവാനാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. കാരണം വ്യക്തിപരമായി എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു ക്ഷേത്രമാണ്, എനിക്കും ഒരു ബന്ധമുള്ള അമ്പലം തന്നെയാണ്. ഈ അമ്പലത്തിൽ ആർക്കെങ്കിലും എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ സജീവൻ തിരുമേനിയുടെ നമ്പർ ഇവിടെ ചുവടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും എത്തിച്ചേരണമെങ്കിൽ തിരുമേനിയുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏവർക്കും ലതിക ആൻഡ് ഫാമിലി ബ്ലോഗിൻ്റെ ഓണാശംസകളും അർപ്പിക്കുന്നു. ഞാൻ വലയുന്നു എന്നജ്ഞത മാറ്റിയനുഗ്രഹിക്കൂ അജ്ഞതയാലെ ഞാൻ വലയുന്നു എന്നജ്ഞത മാറ്റിയനുഗ്രഹിക്കൂ അന്ധത
പ്രഭയേകോ കാത്തിടണേ കണ്ട കരുണാനിധേ അന്ധത നീക്കി നീ ദീപപ്രഭയേകോ കാത്തിടണേ കണ്ട കരുണാനിധേ